ഇത് നമ്മളെ വത്സര വെച്ചിട്ടാണ് ഇപ്പോൾ കേരളോത്സവത്തിന് വന്നപ്പോൾ ഒന്ന് പരിചയം പിടിക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് എനിക്ക് തോന്നുന്നു 10-30 വർഷം മുന്നേ നമ്മളെ കൊയിലാണ്ടിയിൽ ഏത് സ്പോർട്സ് ഇവൻ്റ് ഉണ്ടെങ്കിലും വത്സര ചേച്ചിയാണ് പിന്നെ നിയന്ത്രിക്കുക. ഗേൾസ് ഹൈസ്കൂൾ നിർമ്മല ചേച്ചി, ക്ഷമിക്കണം, നിർമ്മല ചേച്ചി മുമ്പ് നമ്മളെ ഗേൾസിലെ കായിക അധ്യാപികയായിരുന്നു. ഒരുപാട് വ്യക്തിഗതമായിട്ട് ഒരുപാട് മത്സരങ്ങളൊക്കെ അല്ലേ? ഏത് നിർമ്മല ചേച്ചി? അതെ, കായിക താരമായിരുന്നു. പിന്നീട് കായിക അധ്യാപകമായിട്ട് നമ്മളെ കൊയിലാണ്ടി ഗേൾസ് ഹൈസ്കൂളിൽ വരെ സേവനം ചെയ്തു. പിന്നീട് ഇപ്പോഴും നമ്മുടെ കൊയിലാണ്ടി ഏത് സ്പോർട്സ് ഇവൻ്റ് ഉണ്ടെങ്കിലും കൊയിലാണ്ടിയും പരിസരപ്രദേശങ്ങളിലും മെയിൻ നിർമ്മല ചേച്ചിയാണ് കൺട്രോൾ ചെയ്യുക. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലേ കാണുന്നുണ്ട്. അപ്പം ഒന്ന് കണ്ടപ്പോൾ ഒന്ന് പരിചയം പുതുക്കുക. വേറെ എന്തൊക്കെയാണ് നിർമ്മല ചേച്ചി നിങ്ങളുടെ വിശേഷങ്ങൾ? വിശേഷങ്ങൾ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ പിന്നെ താമസം അരിക്കോളാണ്. ഹസ്ബൻഡ് റെയിൽവേ റിട്ടയർ ചെയ്തതാണ്. മകനാണുള്ളത്, അത് UK-യിലാണുള്ളത്, മോനും ഭാര്യ. ഇപ്പോൾ വേറെ ക്യാമ്പിൽ അങ്ങനെ എന്തോ ഉണ്ടോ സ്പോർട്സ് ഇപ്പം ബന്ധപ്പെട്ട എന്തെങ്കിലും ആക്ടിവിറ്റീസ്? ഇല്ലല്ല, ഞാനിപ്പോൾ അരിക്കുളം പഞ്ചായത്തിലെ ഒരു സ്പോർട്സിൻ്റെ ഒരു ഇതൊക്കെ അവരോട് പറയുന്നുണ്ട്. ഇപ്പം നിർമ്മലത്തിനൊക്കെ കൊയിലാണ്ടിക്കാർക്കൊക്കെ പരിചയമുണ്ടാകും. കാരണം സ്പോർട്സായിട്ട് ബന്ധപ്പെട്ട് കൊയിലാണ്ടി സ്റ്റേഡിയത്തിൽ വരുന്ന ആൾക്കാർക്ക് എപ്പോഴും ചെറുപ്പത്തെ കാണുന്നൊരു മുഖം. ചാമ്പ്യൻ എന്നെ വിളിക്കലെന്നെ. അല്ല, ചാമ്പ്യനായിരുന്നു. തുടർച്ചയായിട്ട് എത്രയോ വർഷം ചാമ്പ്യനായിരുന്നു. 5ാം ക്ലാസ് തൊട്ടേ ഓടി തുടങ്ങി. ഏത് സ്കൂളിന് വേണ്ടിയിട്ട്? ഞാൻ പന്ത്രണ്ട് UP സ്കൂളാണ് പഠിച്ചത്. ശരി. 5ാം ക്ലാസ് മുതൽക്ക്. അതേത് വർഷമായിരിക്കും? അത് വർഷം പിന്നെ 1970-ലൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. 70-72 ആയിരിക്കും. ഞാൻ അവിടുത്തെ ചാമ്പ്യനായിരുന്നു. തുടർച്ചയായിട്ട് 5 വർഷത്തോളം 15 UP സ്കൂളിൽ ചാമ്പ്യനായിരുന്നു. അവിടുന്ന് ഞാൻ ഗേൾസിൽ ഓക്കെ, താങ്ക് യു. അങ്ങനെ ഈ ഫീൽഡ് തന്നെ ഞാൻ തിരഞ്ഞെടുത്തു. നന്നായിട്ടുണ്ട്. ഓക്കെ നിർമ്മല ചേച്ചി, താങ്ക് യു.